നമസ്കാരം കൂട്ടുകാരെ. ഈ എരിയാണിയരിച്ച് വെയിലത്ത് പെരയുടെ മേളിൽ എന്തെടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതെന്താണെന്നറിയാവോ? ഇതെന്താണെന്ന് ഞാൻ പറയാം. ഡ്രൈ ഫ്രൂട്ട്സ് എന്നാൽ നമുക്ക് പരിചയം ഈന്തപ്പഴവും മുന്തിരിയൊക്കെയാണല്ലേ. മുന്തിരിങ്ങയിലെയൊക്കെ വിഷാംശം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പാളയംകോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പൂവനും നേന്ത്രപ്പഴവും ഒക്കെ നമുക്ക് നന്നായി ഉണക്കി സൂക്ഷിക്കാം. ചെറിയ പഴങ്ങൾ രണ്ടായി കീറിയാൽ മതി കേട്ടോ. ഒരു വൃത്തിയുള്ള പ്ലേറ്റിലേക്ക് കീറിയിട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് വല്ലതും വിരിച്ച് പെരയുടെ മേളിൽ ഉണക്കിയെടുക്കാം. വേണമെങ്കിൽ എണ്ണമയം പുരട്ടാം, ഇല്ലെങ്കിൽ എണ്ണമയം പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ പഴം നേന്ത്രപ്പഴങ്ങളാണെങ്കിൽ രണ്ടായി മുറിച്ചതിന് ശേഷം അതൊരു 3 കഷ്ണങ്ങളായി കീറാം, എങ്കിലേ ഉണങ്ങി കിട്ടത്തുള്ളൂ. നന്നായി കീറി അതും വേണമെങ്കിൽ എണ്ണ പുരട്ടിയാൽ മതി. ഞാൻ എണ്ണ പുരട്ടാതാണ് കേട്ടോ ഉണക്കിയെടുത്തത്. ഇളവി വരുന്നൊക്കെ ഉണ്ട്. രാവിലത്തെ സമയം തന്നെ കീറിയിടണം, കാരണം ഒരു ദിവസത്തെ ഫുള്ള് വെയിലും ആദ്യത്തെ ദിവസം കൊള്ളിക്കണം. പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായ ഏത് പാത്രത്തിലും ഉണക്കിയെടുക്കാം കേട്ടോ. ഒരു 6-7 ദിവസത്തെ വെയിൽ നന്നായിട്ട് കൊള്ളിക്കണം. തിരിച്ചും മറിച്ചും ആദ്യമേ തന്നെ ഇളക്കിയിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ഉപ്പുമാവ്, അവൽ ഇതിലെല്ലാം നമുക്ക് നെയ്യിൽ വറുത്ത് ഈ പഴം ഉപയോഗിക്കാം. ഞാൻ ഉണക്കിയെടുത്ത പഴങ്ങൾ ചേർത്ത് അവൽ വരട്ടിയതാണിത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്